ഹായ് ഹലോ. ഞാൻ ഇന്ന് എല്ലാവരും മയനൈസ് ഉണ്ടാക്കി നോക്കുന്നത്. ഇപ്പം ഞാൻ മാത്രം ഉണ്ടാക്കാതിരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് മയനൈസ് ഉണ്ടാക്കി. സിമ്പിളായിട്ട് 2-3 ഐറ്റം മാത്രം മതി. അതിനകത്ത് മുട്ടയൊന്നും ചേർത്തിട്ടൊന്നുമില്ല. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി ഒരു മയനൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള മയനൈസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് സമയം കളയണ്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതുള്ളത് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കോൺഫ്ലോർ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാല് രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ല, അപ്പോൾ ഈ രൂപത്തിൽ മിക്സ് ചെയ്തെടുത്ത് ഇനി ഇത് അടപ്പേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കണ്ടില്ല, 2 മിനിറ്റ് മതി. കാരണം കോൺഫ്ലോർ ആണ്, നമ്മൾ ചൂട് അടിക്കുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് ഇതാവാൻ തുടങ്ങും. അപ്പം തിളച്ച് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ടൊരു ക്രീമി രൂപത്തിൽ ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തേ വെച്ച് ഇതൊന്ന് തണുക്കാൻ വിടാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതെന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സി ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മിക്സി ജാറിലോട്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 2 പീസ് വെളുത്തുള്ളി, 1 പീസ് സ്ലിപ്പായി കയ്യിൽ നിന്ന് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ, അതിന് ഒരല്പം ഉപ്പിട്ടാൽ മതി കേട്ടോ. ഞാനിട്ട ഉപ്പ് ഒരല്പം കൂടി പോയിട്ടുണ്ട്. അപ്പം ഇനി അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഒരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് നമ്മുടെ മയനൈസ് റെഡിയാവും. കണ്ടില്ല, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നു. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മയനൈസ് വീട്ടിൽ തന്നെ റെഡിയാക്കിയെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് മയനൈസ് ഇഷ്ടപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊരു ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട്. ബോട്ടിലോട്ട് മാറ്റിയിട്ട് ഇത് അടച്ചങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുണ്ടല്ലോ. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളും. ഇവിടെ എന്താ പറയുന്നത്, ഒരു ബ്രെഡിനായാലും പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആവുന്ന സമയത്തെ പിന്നെ ഈ മയനൈസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇത് അത്യാവശ്യമല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ, നമ്മളുടെ മയനൈസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ. സിമ്പിളായിട്ട് എന്താ പറയുന്നത്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വെച്ചാൽ മയനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മക്കൾക്കായാലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൂസിന് എന്തോ കിട്ടിയാലും അതിൻ്റെ കൂടെ മയനൈസാണ്. ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മയനൈസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. മയനൈസ്, ടൊമാറ്റോ സോസ്, മയനൈസ് കുറച്ച് അധികം ഇഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ അപ്പൂസ്. വേറെ ആൾക്കാർ അത്ര അങ്ങോട്ട് മയനൈസ് ഇത് ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ അപ്പൂസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ മയനൈസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അപ്പൂസിന് ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നത്, അപ്പൂസിനെ പോലെയുള്ള കുഞ്ഞുങ്ങളുള്ളവർക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. കാരണം പുറത്തൊന്നും പോകാതെ. പിന്നെ ഇത് നാച്ചുറലായിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള സംഭവമാണ്. ഇതിനകത്ത് നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജുകളുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നതിനകത്തൊക്കെ എപ്പോഴും ഒരു എന്താ പറയുക, മുട്ടയെങ്കിലും കാണുന്നതാണ്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ഇത് കണ്ടപ്പം നല്ല ട്രെൻഡിങ് ആണെന്ന് എനിക്കും തോന്നി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്തതാണ്. പക്ഷേ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് സക്സസ് ആയി. ഇത് പിന്നെ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലിട്ട് അടച്ചിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം പിന്നെ പനിലാവുന്നുള്ള ടെൻഷൻ വേണ്ട. അപ്പോൾ ഞാൻ ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് തന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്തത് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സീ യു.